नाम क्या है आपका? बोलो क्या नाम है? ईमान अहमद। अहमद। आपका बहुत ही पसंदीदा क्रिकेट प्लेयर कौन है? केरला मालूम है? केरला मालूम, नंबर 1 सिटी। नंबर 1। आप कहाँ से है? हम इंडिया से। इंडिया से क्या? हम यूपी उत्तर प्रदेश। हाँ, उत्तर प्रदेश। इलेक्शन कैसे चलते हैं? बहुत अच्छा है। അല്ല ഇത് എന്ത് തവളയാണ് ആക്ച്വലി? എന്ത് തവളയാണ്? അത് പക്മയെന്ന് പറയും. അത് എലിനെ മറ്റേ ചെറിയ ചെറിയ ഫിഷിനൊക്കെ കഴിക്കും. ഫിഷിനൊക്കെ തിന്നും. ഇത് എത്ര വലുതാവും? അത് റേഞ്ച് നല്ല സൈസ് വരും. നല്ല സൈസാവും. എത്ര ഇതിന് വില? അത് 150. ഞാൻ കിടക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വ്ലോഗ് നമ്മളിവിടെ ആരംഭിക്കാൻ പോവാണ്. നമ്മളിപ്പോ റോളയിലാണുള്ളത്, റോള ഷാർജ. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ഇവിടുത്തെ പെറ്റ് മാർക്കറ്റ് കാണാൻ വേണ്ടി നമ്മൾ പോവാണ്. അജിത്ത് മഞ്ജിൽ നമ്മുടെ ഇവിടെ ജോയിൻ ചെയ്തിട്ടില്ല. അവർ നമ്മുടെ പായസമൊക്കെ കഴിച്ച് സദ്യയൊക്കെ ഉണ്ട് ക്ഷീണത്തിന് മതോന്മത്തരായി കിടന്നുറങ്ങുകയാണ്. അപ്പൊ നമ്മളിപ്പോ എത്താൻ പോകുന്നതെന്ന് വെച്ചാൽ പെറ്റ് മാർക്കറ്റ് ആണ്. ഒരു ചെറിയ ക്വിക്ക് വ്ലോഗ് ആക്കി മാറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കും. നമ്മുടെ കയ്യിൽ ടൈം എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. 2 മണിക്കൂറിനുള്ളിൽ ഇരുട്ടാവും. ഇരുട്ടായി കഴിഞ്ഞാൽ വിഷ്വൽസിന് ക്ലാരിറ്റി ഉണ്ടാവില്ല. അതിന്റെ അകത്ത് പെറ്റ് മാർക്കറ്റിനകത്ത് ഒരുപാട് ജീവജാലങ്ങൾ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. എന്തെങ്കിലും പറയൂ. എന്താ പറയാ, ഇതെന്താ അവാർഡ് പടം? അപ്പൊ ഗൈസ്, ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം. അങ്ങനെ നമ്മുടെ 5 അജിത്തും വീട്ടിൽ നിന്ന് ഇറങ്ങി. അവർക്ക് വെറുതെ കിടന്ന് ഉറങ്ങിയിട്ട് എന്നിട്ട് നമ്മളെ കാണാതായപ്പോ അവർ വേഗം വിളിച്ചു ചോദിച്ചു. അങ്ങനെ അവർ പറഞ്ഞു ഞങ്ങളിതാ വരുന്നു. അപ്പൊ അവരധികമായി നമ്മളെ ജോയിൻ ചെയ്യുന്നതായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ എന്തായാലും ഇപ്പോൾ പെറ്റ് മാർക്കറ്റിന്റെ അവിടേക്ക് എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് ഇതിനെ കുറിച്ചുള്ള കുറച്ച് ഇൻഫർമേഷൻ നിങ്ങളോട് പാസ് ചെയ്യാം. ഒന്നാമത്തെ ഇൻഫർമേഷൻ, എല്ലാ ദിവസവും ഈ പെറ്റ് ഷോപ്പ് ഓപ്പൺ ആണ്, വർക്കിംഗ് ആണ്. രണ്ടാമത്തെ ഇൻഫർമേഷൻ, ഫ്രൈഡേസിൽ നമുക്ക്, അതായത് നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് നമ്മുടെ പെറ്റ്സിന് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ടിട്ട് വിൽക്കാൻ പറ്റുന്ന സാധനം, എന്ത് സാധനം അവിടെ കൊണ്ടുവന്ന് വിൽക്കാം എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. എന്ത് സാധനമല്ല കേട്ടോ, പെറ്റ്സ്. നീ എന്നോ പെറ്റ്സ് എന്നുള്ളതൊന്നും പറഞ്ഞു. ഓക്കെ ഗൈസ്, അപ്പൊ പെറ്റ്സിനെ നമുക്ക് അവിടെ കൊണ്ട് വിൽക്കാനായിട്ട് സാധിക്കും വെള്ളിയാഴ്ചകളിൽ. അപ്പൊ ഇതിന്റെ അകത്ത് എന്തൊക്കെ പെറ്റ്സ് ഉള്ളതെന്നായിരിക്കില്ല നിങ്ങൾ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവാ. അവിടെ ഞാൻ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒട്ടകം, അതുപോലെ തന്നെ കുതിര, പിന്നെ ആട്, പിന്നെ അറിയില്ല പട്ടി, പൂച്ച, മീൻ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഗൈസ്. അപ്പോൾ എന്തൊക്കെ അവിടെ ഉള്ളതെന്ന് നമുക്ക് കാണാം. ഇനി അധിക ദൂരമില്ല, നമ്മൾ പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും അവിടെ. അപ്പൊ സ്റ്റേ ട്യൂൺഡ്. അത്താണ്. അപ്പൊ അജിത്തും ഇവയും അഞ്ജലിയും എന്റെ വലത് ഭാഗത്ത് ഇവിടെ ഉണ്ട്. അഞ്ജലി ഓക്കെ, ഇടതുവശം. എല്ലാരും എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ, അപ്പോൾ നമ്മൾ എന്തായാലും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയാണ് ഇവിടുത്തെ കടകളും സംഭവങ്ങളും കാണാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഇത് എന്ന് പറയുന്നത് നമ്മുടെ റോളയിലുള്ള ജുബൈൽ ബസ് സ്റ്റാൻഡിന്റെ അടുത്താണ്. അപ്പോൾ നിങ്ങൾ ഇവിടേക്ക് വരാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കാവുന്ന നല്ലൊരു സ്ഥലമായിരിക്കും. ഒപ്പം നിങ്ങൾക്ക് എല്ലാ പെറ്റ്സിനെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് വാങ്ങിക്കാവുന്ന കേട്ടോ. നീ കാണിച്ചാലോ ഇവിടുത്തെ വിഷ്വൽസേ. എങ്ങനെയുണ്ട്? എനിക്ക് തോന്നുന്നില്ല നമ്മുടെ നാട്ടിലത്തൊക്കെ ചന്തയില്ലേ ഗേസ്, ചന്ത അതുപോലത്തെ ഒരു ഏരിയ ആണ് ഇവിടെ. മീൻസ് അല്ല, മൃഗങ്ങളുടെ ഒക്കെ മാർക്കറ്റിലൊക്കെ നമ്മൾ പോകുമ്പോൾ കിട്ടുന്ന അതേ മണം, അത്രേ ഉള്ളൂ. അപ്പോൾ അതുണ്ടാവും എന്തായാലും. ബട്ട് സ്റ്റിൽ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും നമ്മുടെ നാട്ടിലത്തെ ഒരു ചന്തയുടെ ഫീലാണ് ഗേസ്. ചന്ത, കൊടുങ്ങല്ലൂർ ചന്ത. ഞാൻ കൊടുങ്ങല്ലൂരിനെ സപ്പോർട്ട് ചെയ്യടി, നീ പൊടി. അതായിരിക്കണം നമ്മുടെ രാജ്യസ്നേഹം. ഭാരത് മാതാ കി ജയ്.
ഗൈസ് നമ്മൾ വെറുതെ പറയില്ല എന്ന് നിങ്ങൾക്ക് തെളിയിക്കുവാൻ വേണ്ടി ഒട്ടകമുണ്ട് ഗൈസ്, ഒട്ടകം. എന്താണ് ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലാത്ത? നല്ല മണമുണ്ട് ഗൈസ്. ഗൈസ് ഇവിടെ ഒട്ടകമുണ്ട്, ആടുണ്ട്, എന്ന് വേണ്ട പശുവുണ്ട്, എന്ന് വേണ്ട സകലമാന മൃഗങ്ങളും ഉണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് നിങ്ങളൊക്കെ ഇതൊക്കെ കാണിച്ചു തരുന്നതിലുള്ള സന്തോഷം. പിന്നെ ചില സ്ഥലങ്ങളിൽ ഒരു വീഡിയോ എടുക്കാനായിട്ട് അലൗ ചെയ്യുന്നില്ല. സ്റ്റിൽ കഴിയാവുന്ന അത്രയും വീഡിയോ നമ്മൾ നിങ്ങളുടെ മുമ്പിൽ പകർത്തി കാണിച്ചു തന്നിരിക്കും കേട്ടോ. ആത്തായിരിക്കും നമ്മൾ. എങ്ങനെയുണ്ട്? നല്ലതാ, നല്ല ക്യൂട്ട് പാവ കരയുന്നുണ്ട്. വാങ്ങിച്ചാലോ ഒരെണ്ണത്തിനെ വീട്ടിൽ വളർത്താൻ? ഇവിടെ എനിക്ക് വളരാൻ പറ്റണില്ല, എനിക്ക് ക്യാമലിനെ വളർത്താൻ. നമ്മള് ഇപ്പോ ഷാർജയിലോ ദുബായിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇത് ആദ്യം തോന്നുന്നു അല്ലേടി? പിന്നെ കൂടുതലും പെറ്റ്സിനോട് ഇഷ്ടമുള്ളവരൊക്കെ കൂടി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാകും. കാരണം ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ക്യാറ്റ്സ്, ഡോഗ്, കുട്ടി ഡോഗ്സ് ഒക്കെ. നമ്മള് വില ചോദിച്ചു കേട്ടോ. ഇപ്പൊ കുഞ്ഞി പട്ടിക്കുട്ടിക്കൊക്കെ വില ഏകദേശം 1500 ദിറംസ്. അടുത്തെടുത്ത പൂച്ചയില്ലേ, അതിന് 700 ദിറംസ്, 750 ദിറംസ്. അപ്പൊ ഒരുവിധം റേറ്റ് ഉണ്ട് സാധനങ്ങൾക്ക്, പക്ഷെ ഭയങ്കര രസമാണ്. പിന്നെ കിളികളുണ്ട് അവിടെ. കിളികൾക്ക് 150 ദിറംസ് 250 ദിറംസിനൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇനി നമ്മൾ എവിടേക്കാണ് പോണത്? ഓ അങ്ങനെയാണോ അത് ഇംഗ്ലീഷിൽ പറയുന്നത്? ഓക്കെ, ഇതാണ് ഇതിന്റെ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ പോയി ഉള്ളിൽ കയറാം. ഉള്ളിൽ കയറിയിട്ട് നമുക്ക് നേരിട്ട് കാണാം. എങ്ങനെ അടിപൊളിയാണ്, സൂപ്പറാണ്. ഓക്കെ ഗൈസ്, അപ്പൊ സ്റ്റേ ട്യൂൺഡ് കേട്ടോ. പുസ്തകം അടച്ചു വെക്കും, എല്ലാ പുസ്തകം ഒന്നും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. വെറുതെ വെക്കണതാ. അത് ആര് വെക്കുമ്പോ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോ കണ്ടത് അനങ്ങണതാ. അതിന്റെ ഫീലിംഗ് ഇങ്ങനെ അനങ്ങണ പോലെയൊക്കെ തോന്നും. അപ്പൊ നമ്മുടെ ഇന്നത്തെ സുവോളജിക്കൽ വ്ലോഗ് നമ്മളിവിടെ സുവോളജിക്കൽ, അതായത് മുഴുവൻ മൃഗങ്ങളും പക്ഷികളൊക്കെ ആയിരുന്നു. അത് കാരണം സുവോളജിക്കൽ. എടാ, സുവോളജി എന്ന് വെച്ചാൽ മൃഗങ്ങളെ കുറിച്ചുള്ള പഠനമല്ലടാ. അല്ല, അതെ, അതിന് വേറൊരു മൃഗങ്ങളുടെ പഠിക്കുന്നതിന് വേറൊരു വേർഡ് ഉണ്ട്. ബോട്ടണി പ്ലാന്റ്സിന്റെ മൃഗങ്ങൾ വരും സൂവിൽ. പിന്നെന്തുള്ളത്? മൃഗങ്ങളുടെ പഠിക്കാനായിട്ട് ഒരു ഇതുണ്ട്, അത് അറിയണം. ഒരു കമന്റ് ചെയ്യരുത് പ്ലീസ്, ഡോണ്ട് കമന്റ് ബിലോ. സുവോളജിക്കൽ ബ്ലോഗ് തന്നെ ഞാൻ പറയും. ഇവേ ബേർഡ്സിന്റെ ആരുടെ പറ കണ്ട, ഞാൻ പറയുന്നത് ഒന്നും ഇവ അംഗീകരിച്ചു തരുന്നില്ല കേസ്. എന്തിരുന്നാ കൂടി നമ്മുടെ ഇന്നത്തെ കാച്ചാനെന്താടി പപ്പട കേസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ സുവോളജിക്കൽ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇന്നത്തെ വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വ്ലോഗിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ബാങ്ക് വിളിച്ചു, അതായത് നമ്മൾ വീഡിയോ നിർത്താനാണ് അതിന്റെ അർത്ഥം. അപ്പൊ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും എല്ലാവരും നന്മകളുണ്ടാവട്ടെ, നല്ല ആയിരിക്കട്ടെ.